നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇവോഫിൻ്റെ വെബ്സൈറ്റിൻ്റെ അകത്ത് എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, നമ്മളതിനായിട്ട് ഫോണിലുള്ള ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ക്രോം ബ്രൗസർ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, iwofin.in ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, iwofin.in ടൈപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സെർച്ച് കൊടുക്കുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് നിങ്ങൾ എന്താവും, റീലോഡ് ആവും. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ ഒഫീഷ്യൽ സൈറ്റ്. ഓക്കെ, നിങ്ങൾ ഡൊമൈൻ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തിട്ടോ, iwofin.in. ഓക്കെ, സ്പെല്ലിംഗ് തെറ്റിപ്പോണ്ട, iwofin.in. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഗെറ്റ് രജിസ്റ്റർ നൗ, വാട്സപ്പ് ചാറ്റ്. ഓക്കെ, അത് രജിസ്ട്രേഷൻ ചെയ്യുന്നതിൻ്റെ മുന്നേ ഈ സൈറ്റിനെ പറ്റിയിട്ട് കുറച്ചൊരു ബ്രീഫ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇത് സൈറ്റ് ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് കുറച്ച് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കമ്മിങ് സൂൺ പറഞ്ഞിട്ട് കുറച്ച് പ്രൊജക്റ്റുകൾ കാണാൻ പറ്റും. ഇതൊക്കെ അവരുടെ അപ്കമിങ് പ്രൊജക്റ്റുകളാണ്. ഓക്കെ, പിന്നെ നമ്മൾ കുറച്ച് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനീൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ കുറച്ചും കൂടി താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അച്ചീവ്മെൻറ്റ്സ് കാണാൻ പറ്റും. 100+ പ്രൊജക്റ്റ്, 15+ പ്രൊജക്റ്റ് ഐഡിയാസ്, 24/7 കസ്റ്റമർ കെയർ, ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ടോപ്പിലേക്ക് പോവാം. ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ 3 ലൈൻ കാണാൻ പറ്റും. ഓക്കെ, ഈ 3 ലൈൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം, ലോഗിൻ, രജിസ്റ്റർ, എബൌട്ട് അസ്, ബിസിനസ് പ്ലാൻ, ബ്രൗഷർ, ബിസിനസ് പ്ലാൻ ഇങ്ങനെ കൊടുത്താണ്. ഓക്കെ, ഇതിൻ്റെ അകത്ത് ബിസിനസ് പ്ലാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ബിസിനസ് പ്ലാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുതിയൊരു പേജിലേക്ക് ഓപ്പൺ ആകും. ഓക്കെ, അപ്പോൾ ഈ ബിസിനസ് പ്ലാൻ എന്ത് ചെയ്യുക, നിങ്ങൾ കറക്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കംപ്ലീറ്റ്. ഓക്കെ, ഈ ബിസിനസ് പ്ലാന് കംപ്ലീറ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇതിൻ്റെ അകത്ത് A to Z കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ആസ്ക്ഡ് ക്വസ്റ്റ്യൻ എന്നൊരു ഓപ്ഷൻ കാണാം, അതായത് വാട്ട് ഈസ് ഇവോഫിൻ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഈ ബിസിനസ് പ്ലാൻ എന്തായാലും നിങ്ങൾ കംപ്ലീറ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇതിൻ്റെ അകത്ത് A to Z കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് 3 ലൈന് വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, 3 ലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബ്രൗഷേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഈ ബ്രൗഷേഴ്സ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് മന്ത്ലി ലക്കി ഡ്രോ എന്ന ഒരു ഇവൻ്റ് നടക്കുന്നുണ്ട്. അത് മന്ത്ലി ഇവർ സെലക്ട് ചെയ്തിട്ടുള്ള വിന്നേഴ്സിന് ഇവർ ചെറിയ പ്രൈസ് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് ഫസ്റ്റ് മന്ത് പ്രൈസാണ് സുസുക്കി ആക്സസ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ കൊടുക്കുന്ന പ്രൈസിൻ്റെ ഇമേജും അതുപോലെ തന്നെ ഇത് എത്ര ആൾക്ക് കൊടുക്കുന്നുണ്ടെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ 20 മാസമാണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക. ഞാൻ ഓരോ ഓരോ ഇമേജസ് ഓപ്പൺ ചെയ്യുന്ന ടൈം നമ്മൾ വീഡിയോ വല്ലാത്ത ലെങ്ത്ത് പോകും. ഓക്കെ, അപ്പോൾ അധികം ലേഗ് അടിപ്പിക്കാണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 3 ലൈന് പിന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഹോം എന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഹോം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മെയിൻ പേജിലേക്ക് പോകും. ഇതിൻ്റെ അകത്ത് വാട്സപ്പ് ചാറ്റ്, ഗെറ്റ് രജിസ്റ്റർ നൗ എന്നുള്ള 2 ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ വാട്സപ്പ് ചാറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒഫീഷ്യൽ കസ്റ്റമർ കെയർ സപ്പോർട്ടിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, റീലോഡ് ആവും. അതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ചോദിക്കാം. ഓക്കെ, അത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ മറുപടി തരുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഇതിൻ്റെ അകത്ത് സൈറ്റിൽ എങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഗെറ്റ് രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, രജിസ്റ്റർ നൗ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു പേജിലേക്ക് ലോഡാവും. ജസ്റ്റ് ഒന്ന് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫുൾ നെയിം, ഇമെയിൽ ID, പാസ്വേഡ്. ഈ പാസ്വേഡ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ലെറ്ററും നമ്പറും കൊടുക്കണം. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ അരുൺ പേരെങ്കിൽ അരുൺ 123 നോ, അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ, അതായത് വേർഡ്സും നമ്പറും എന്ത് ചെയ്യണം, കൊടുക്കണം പാസ്വേഡ് കൊടുക്കുന്ന ടൈമിൽ. പിന്നെ മെയിൽ ID കറക്റ്റായിട്ട് കൊടുക്കുക, ഫുൾ നെയിം കറക്റ്റായിട്ട് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ താഴെ രജിസ്റ്റർ എന്നിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ എൻ്റെ മെയിൽ ID പാസ്വേഡൊക്കെ കൊടുത്തിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പേജിലേക്കാണ് പോവുക. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ബാക്കി ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, ഇതിൻ്റെ അകത്ത് പറയാത്തത് ലെങ്ത്ത് കൂടും, അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ലേഗായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഡെപ്പോസിറ്റ് വീഡിയോ നെക്സ്റ്റ് വീഡിയോ ഒരു 2ാമത്തെ പാർട്ട് എന്നുള്ള നിലക്ക് അതിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യും. ഓക്കെ,